സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവരുന്ന സമരം 36ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന കടുത്ത നിലപാടിലേക്ക് അവർ എത്തുന്നത്. അതേസമയം ആശാവർക്കർമാർക്കുള്ള സർക്കാരിന്റെ പരിശീലന പരിപാടി കൂടി ഇന്ന് വച്ച് സമരത്തെ പൊളിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുമുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ പൊളിക്കാനുള്ള ഒരു നീക്കമാണെന്നാണ് ആശാമാരും ആരോപിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് അമൽ തേനമ്പറമ്പിൽ, കൊല്ലത്തു നിന്ന് കണ്ണൻ നായർ, ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണൻ എന്നിവരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അമൽ ഉണ്ട് ആശാവർക്കർമാർക്കൊപ്പം. അമലിലേക്ക്. അമൽ, രാവിലെ മുതൽ തന്നെ ഇവരുടെ ഉപരോധ സമരം ആരംഭിച്ചിരിക്കുകയാണ്. സമരത്തെ സർക്കാർ എങ്ങനെയാണ് നേരിടുന്നത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ഉപരോധ സമരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇന്നിപ്പോൾ 36ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 36ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് സമരത്തിന്റെ രൂപം ആശാവർക്കർമാരൊന്ന് മാറ്റുന്നത്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് ആശാവർക്കർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമരത്തിൽ പങ്കെടുക്കാനായി നിരവധി ആശാപ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരൊരു കുടുംബസംഗമം സംഘടിപ്പിച്ച ദിവസത്തെ ഒരു പങ്കാളിത്തം ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പങ്കാളിത്തത്തിന്റെ അത്രയും പങ്കാളിത്തമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത്. ഇനിയും കൂടുതൽ ആശാപ്രവർത്തകർ ഇവിടേക്ക് എത്തും. സർക്കാർ നീക്കം ഇപ്പോൾ ആശാവർക്കർമാർക്ക് നിർബന്ധമായി ഇന്ന് പരിശീലനം നൽകണം, അവരുടെ ഹാജർ രേഖപ്പെടുത്തണം എന്ന സർക്കാരിന്റെ തന്ത്രം അത് ഒരു പരിധിവരെയെങ്കിലും ആശാവർക്കർമാരെ ഈ സമരത്തിൽ എത്തുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട് എന്നതാണോ അമൽ? അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം നിലവിൽ ഇവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ചില ആശാവർക്കർമാരെയൊക്കെ ഇന്ന് നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ചർച്ചകൾക്കും മറ്റുമൊക്കെ അവരോട് എത്താൻ കഴിയുമോ എന്ന് അന്വേഷിക്കുമ്പോൾ മറ്റ് പല കുടുംബപരമായ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എങ്കിൽ കൂടി അവർ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ സമ്മർദ്ദം ഈ ഒരു പരിധിവരെ സമരത്തെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തിയിരിക്കുന്ന ആശാപ്രവർത്തകരുടെ സമരവീര്യത്തിന് യാതൊരു വിധത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത്. ജനപങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഈ ആശാപ്രവർത്തകർ അവകാശപ്പെട്ടതുപോലെ സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റുകളും ഉപരോധിക്കാൻ പരുവത്തിന് ആളുകൾ എത്തിയിട്ടില്ല എങ്കിൽ കൂടി തീർത്തും പങ്കാളിത്തം കുറവ് എന്ന് പറയാനും കഴിയില്ല. ഇപ്പോൾ നോർത്ത് ഗേറ്റിന്റെ പരിസരത്ത് പൂർണ്ണമായും ആ ഗേറ്റിന്റെ മുൻവശം പൂർണ്ണമായും ആശാപ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മറ്റ് ഗേറ്റുകൾ ഈ നോർത്ത് ഗേറ്റിൽ മാത്രമാണ് ഇപ്പോൾ ഉപരോധം നടക്കുന്നത്. ഇതിന്റെ അപ്പുറയുള്ള മറ്റ് 2 ഗേറ്റുകൾ, കണ്ടോൺമെന്റ് ഗേറ്റ് ഒഴികെ മറ്റ് ഗേറ്റുകളെല്ലാം ഉപരോധിക്കുമെന്നുള്ളതായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം അത് ഒഴിവാക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കൂടി നിലവിൽ ആ മറ്റ് ഗേറ്റുകളിലേക്ക് ഉപരോധം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഗേറ്റിലാണുള്ളത്. അല്പസമയങ്ങൾക്കകം തന്നെ ഇവർ പ്രകടനമായി ഈ സമര ഗേറ്റിന്റെ അവിടേക്ക് എത്തും. ആ ഗേറ്റിന് മുന്നിലായി തന്നെയാണ് ഇവർ സമരം ചെയ്യുന്നതെങ്കിൽ കൂടി ഒരു പ്രകടനമായി ഗേറ്റിന്റെ അവിടേക്ക് എത്തി അവിടെ എല്ലാവരും ഇരിക്കുക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും സമരത്തിനായി എത്തിയിരിക്കുന്ന ആശാപ്രവർത്തകർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഈ സമരം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു പരിശീലന പരിപാടി സർക്കാർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനൊന്നും പോകാതെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആ പരിപാടി അവിടെ നടക്കുന്നത് കൊണ്ട് ആശാപ്രവർത്തകരുടെ ഒരു പങ്കാളിത്തത്തിൽ കുറവ് വന്നിട്ടുണ്ടോ? കുറവ് വലുതായിട്ട് വരില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ രാവിലെ PR ഞങ്ങളെ ലീഡറെ വിളിച്ച് ചോദിച്ചു എത്ര പേര് പോകുന്നുണ്ടെന്ന്. പക്ഷെ ലീഡർ പറഞ്ഞ് ഞാൻ പോകുന്നുണ്ട്, പക്ഷെ എത്ര പേര് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളെ സെന്ററിൽ നിന്ന് ഞാൻ ഇടവയിലെ PHC എന്നാണ് വരുന്നത്. ഞങ്ങൾ അവിടുന്ന് 14 പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ മൊത്തം 20 ആശമാരാണ്. അതിൽ 14 പേരും വന്നിട്ടുണ്ട്, ബാക്കി ആരും വന്നിട്ടില്ല. നമ്മൾ ഭൂരിഭാഗം പേരും ഈ സമരത്തിലുണ്ടല്ലേ? ഭൂരിഭാഗം പേരും ഇതിനകത്ത് വന്നു. 20 പേരും ഉള്ളതിൽ 14 പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സർക്കാരിന്റെ സമ്മർദ്ദത്തെ എല്ലാം അതിജീവിച്ച്, ആരോഗ്യവകുപ്പിന്റെ സമ്മർദ്ദത്തെ എല്ലാം അതിജീവിച്ച് ആശാപ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സമരത്തിനെത്തിയിരിക്കുന്ന ആളുകൾ പറയുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് ആശാവർക്കർമാരുടെ സമരത്തിൽ ഭൂരിപക്ഷം വരുന്ന ആശാവർക്കർമാരും ഈ സമരത്തിലേക്ക് എത്തുന്നുവെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കൊല്ലത്തുനിന്ന് കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണ, കൊല്ലം ഒരുപക്ഷെ CPM-ന് വളരെയധികം സ്വാധീനമുള്ള ഒരു ജില്ല, ആശാവർക്കർമാർ അധികവും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ഒരു ജില്ല. അവിടെ നിന്നും കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നുണ്ടോ? കൊല്ലം ജില്ലയിലെ ആശാവർക്കർമാർ ഈ സമരത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കൊല്ലം ജില്ലയിൽ ആകെ 1968 ആശാവർക്കർമാരാണുള്ളത്. അതിൽ 324 പേരാണ് സമരത്തിന് നോട്ടീസ് നൽകിയത്. അതിൽ 176 പേർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് ഇവിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പരിശീലന പരിപാടികൾ ആരംഭിക്കുകയാണ്. അല്പസമയത്തുള്ളിലാണ് പരിശീലന പരിപാടി ആരംഭിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ടുള്ള മുതാക്കരയിലാണ്. അവിടെ ഇന്ന് ഏതാണ്ട് 20ഓളം ആശാവർക്കർമാരാണ് അവിടെ പരിശീലനത്തിനായി എത്തേണ്ടത്. അവർ പറയുന്നതനുസരിച്ച് കൊല്ലം കോർപ്പറേഷനിൽ
ഇത്തരത്തിൽ 6 ആശാവർക്കർമാർ മാത്രമാണ് ഈ പരിശീലന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യത. ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് ഇടത് അനുകൂല CITU അനുകൂല സംഘടനയിൽപ്പെട്ട ആശാവർക്കർമാരുടെ നേതാക്കന്മാർ പറയുന്നതും. പക്ഷേ നമുക്ക് ചിന്തിക്കേണ്ടത് ഇത് ഈ സമരം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് വളയൽ എന്ന് പറയുന്ന ഒരു സമരം നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രഖ്യാപന സമരസമിതി നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് വരികയും ഈ ഒരു പരിശീലന പരിപാടിയിൽ പൂർണ്ണമായും പങ്കെടുക്കണം എന്ന് പറയുകയും ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എങ്കിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് അവർക്ക് വീണ്ടും പോകാൻ സാധിക്കില്ല. അങ്ങനെ മാത്രമല്ല, വാക്സിനേഷൻ്റെ ഒരു പരിശീലനമാണ് രാവിലെ നടക്കാൻ പോകുന്നത്. വാക്സിനേഷൻ കാര്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ അവരുടെ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. ചില പ്രാദേശിക നേതാക്കന്മാരൊക്കെ എത്തുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിനകത്ത് നമുക്കൊരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഒരു തെളിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതൊരു അവരുടെ ആരോപണമായി തന്നെ നിലനിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ പറയുന്നത് പലപ്പോഴും പലയിടങ്ങളിലും വളരെ ബുദ്ധിമുട്ടി അരി വാങ്ങിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ആശാവർക്കർമാരെന്ന് പറയുന്നത്. അവരുടെ ശമ്പളം കൂട്ടി ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് പോയത്. പക്ഷേ അതിനെ ഒരു മുഖവിലയ്ക്ക് പോലും എടുക്കാതെ, ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെയാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആയിട്ടുള്ള CPM ഭരിക്കുന്ന ഒരു സർക്കാർ കാണുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിഷേധം. ഒരു ചർച്ചയ്ക്കെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ തങ്ങൾക്ക് അല്പം ആശ്വാസമുണ്ടായതിനെ, പ്രശ്നം പരിഹരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സാവകാശം തരും. ഇപ്പോൾ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അത് സാവകാശം വിളിക്കുന്നില്ല എന്നത് മാത്രമല്ല, ഈ സമരത്തെ പൊളിക്കാൻ ഇന്നിപ്പോൾ പരിശീലന പരിപാടി നേരത്തെ CITU തന്നെ സമാന്തരമായി സമരമായി ആലപ്പുഴയിലേക്ക് പോയാൽ അവിടെ രഘുനാഥൻ അല്ലെ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം CITUവിന്റെ നേതൃത്വത്തിൽ ഈ സമരത്തെ പൊളിക്കാൻ ബദൽ സമരം എന്ന നിലയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ് ആലപ്പുഴയിൽ? അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ആശാവർക്കർമാരുടെ പരിശീലന പരിപാടി നടക്കുന്ന വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാറ്റമി ഹാളിലാണ് ഞാനുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ ആശാപ്രവർത്തകർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 185 പേർക്കാണ് ഇവിടെ പരിശീലനം ഉള്ളത്. കുറച്ച് പേർ, ഒരു 5-6 പേര് അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളാൽ എത്താൻ കഴിയില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ബാക്കി ആളുകളെല്ലാം എത്തുമെന്നാണ് നമ്മളോട് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം രതീഷ് പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴയിൽ പരസ്യമായി തന്നെ 2 ചേരിയിലാണ് ആശാപ്രവർത്തകരുള്ളത്. സമരത്തെ അനുകൂലിക്കുന്നവരും സമരത്തെ എതിർക്കുന്നവരും. സമരത്തെ അനുകൂലിക്കുന്നവർ കളക്ട്രേറ്റിന് മുന്നിൽ സമരം നടത്തിയ അതേ സമയത്ത് തന്നെ സമരത്തെ എതിർത്തവർ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയിരുന്നു. നമുക്ക് ആശാപ്രവർത്തകരാണ് ഈ യോഗത്തിൽ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു പക്ഷേ ആളുകൾ പറയുന്നത് നല്ല രീതിയിൽ, അതായത് ഇന്നത്തെ ഇതിനകത്ത് എത്തിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. നിങ്ങൾ സമരത്തെ അനുകൂലിക്കുന്നവരാണ്, എതിർക്കുന്നവരാണ്? സമരത്തെ അനുകൂലിക്കുന്നവരല്ല, അല്ല, എതിർക്കുന്നവരാ. ഇത്തരത്തിൽ ചേച്ചിയോ? സമരം ന്യായമാണെന്ന് തന്നെയുള്ള അഭിപ്രായക്കാരിയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ഒരു അത്യാവശ്യമുണ്ടോ? ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്നത്തെ ക്ലാസ് സമരത്തിന് എതിരാണെങ്കിൽ അത് ന്യായമല്ല. ട്രെയിനിങ്ങുകൾ നല്ലതാണ്, പക്ഷെ സമരത്തിന് എതിരാണെന്നുണ്ടെങ്കിൽ അതൊരു ന്യായമായിട്ടുള്ള ഇതല്ല. ക്യാമ്പും ട്രെയിനിങ്ങുകളും ഒക്കെ നല്ലതാണ്. സമരം നിങ്ങളെയൊക്കെ 2 തട്ടിലാക്കിയോ? ഏകദേശം അങ്ങനെ ഒരു ഇതിലുണ്ട്. സമരം ന്യായമാണ്. പിണക്കങ്ങളൊന്നുമില്ല. സമരം ന്യായമാണ്. ആശമാർക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്, അത് ന്യായമാണ്. അത് നീതി കിട്ടിയേ പറ്റും. ചേച്ചി, സമരം ആവശ്യമാണോ അനാവശ്യമാണോ? ഞങ്ങൾ ഈ ജോലി ചെയ്തിട്ട് 233 രൂപ എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് എപ്പോഴും ഒരു മാറ്റം വരണ്ടേ? പാർട്ടിയല്ലല്ലോ, പാർട്ടി ഏതും ആകട്ടെ. 233 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഏത് ജോലിയുണ്ടെന്ന് ഇപ്പം തന്നെ എത്ര രൂപ വണ്ടിക്കൂലി മുടക്കി. അതുകൊണ്ട് കിട്ടണമെന്നും ഇത് വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ട്രെയിനിങ് പങ്കെടുത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയില്ല. ഞാൻ സുഖമില്ലാതിരിക്കുമായിരുന്നു, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഉണ്ട്. ആരും പോകാതിരിക്കരുത്. സൈനുള്ളതാണ്, തലസ്ഥാനത്തേക്ക് അറിയിക്കേണ്ടതാണ്. സുഖമില്ലാഞ്ഞിട്ടും വന്നതാണ്. എന്തായാലും ഇത്തരത്തിൽ വ്യത്യസ്ത സമരത്തെ അനുകൂലിക്കുന്നവരുണ്ട്, സമരത്തെ എതിർക്കുന്നവരുണ്ട്, സമരത്തിനോട് ജോലി ചെയ്തുകൊണ്ട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരുണ്ട്. എന്തായാലും എല്ലാവർക്കും, ഭൂരിഭാഗം ആളുകൾക്കും സമരം ന്യായമാണ് എന്നുള്ളൊരു അവകാശമാണ്. അവർ തന്നെ പറഞ്ഞതുപോലെ 233 രൂപ എന്നുള്ള ഒരു തുച്ഛമായ പൈസയ്ക്ക് ജോലി ചെയ്യുന്നവർ എത്ര പേർ കേരളത്തിലുണ്ടാകും എന്നുള്ളൊരു ന്യായമായ ചോദ്യമാണ്. കാരണം നമുക്കറിയാം, കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ അടക്കം കൊറോണ ബാധിച്ചിരുന്ന സമയത്ത് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരും പോലീസുകാരും സർക്കാർ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ ഈ ആശാപ്രവർത്തകരുമാണ് ഈ സമൂഹത്തിലെ പുറത്തിറങ്ങി ജോലി ചെയ്തത്. അത്രത്തോളം റിസ്ക് ഉള്ള ജോലിയാണ് എന്ന് മാത്രവുമല്ല, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഗർഭിണിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ എല്ലാം നിരന്തരമായ കാര്യങ്ങൾ അവർ നിരന്തരം വിളിക്കണം. എത്ര ആളുകളെ തന്നെ ദിവസം
ഫോൺ വിളിക്കണമെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും രഘു, കാരണം പരിശീലന പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ അവർക്ക് അത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് ഭൂരിഭാഗം വരുന്ന ആശാ വർക്കർമാരും ഈ പരിശീലനത്തിലേക്ക് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മടങ്ങി വരാം.